സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്ന ചില വാക്കുകൾ അല്ലെങ്കിൽ ചിലവരുടെ ചില ചിന്തകൾ നമുക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത് വളരെ ശരിയാണല്ലോ എന്ന് തോന്നിയിട്ട് നമ്മളത് പബ്ലിഷ് ചെയ്യാറുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരു വിഷം അല്ലെങ്കിൽ അത് എത്രയധികം ഒരു വ്യക്തിയെ പ്രശ്നത്തിലേക്ക് നയിക്കുമെന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾക്ക് മനസ്സമാധാനം കിട്ടുമെന്ന് വിചാരിക്കുന്ന നമ്മളെ കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സമാധാനം കെടുത്തുകയാണ് ചെയ്യുന്നത്. മമ്മൂട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ, അതിൽ ആ മമ്മൂട്ടി പറയുന്ന ചില വാക്കുകൾ അത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വളരെയധികം എന്നെ അട്രാക്ട് ചെയ്യിപ്പിച്ച ഒരു ഇൻ്റർവ്യൂ ആണത്. വളരെ നാളുകൾക്ക് മുന്നാണ് ഇൻ്റർവ്യൂ കൊടുത്തത്. അതൊന്ന് ഇൻസ്പെക്ടർ ബൽറാം, ഞാനും മുരളിയും കൂടെ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു ഇമോഷണൽ ലോക്കുണ്ട് ഞങ്ങൾ തമ്മിൽ. ഒരു പടത്തിൽ സുഹൃത്തുക്കളായാലും ശരി ശത്രുക്കളായാലും ശരി ഒരു ഇമോഷണൽ ലോക്കുണ്ട്. ഇൻസ്പെക്ടർ ബൽറാമിനുണ്ട് ശക്തമായ ഇമോഷണൽ ലോക്കുണ്ട്. അത്രത്തോളം ഒരു വികാരപരമായിട്ട് അടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ മുരളിക്ക് ഞാൻ ശത്രുവായി. ഞാൻ എന്ത് ചെയ്തിട്ടാ ഒന്നും അറിയില്ല. പിന്നെ അങ്ങ് അകന്നകന്നകന്നു. ഈ ഇൻ്റർവ്യൂവിൽ മമ്മൂട്ടിയെ മുരളി അവഗണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മമ്മൂട്ടിയുമായിട്ടുള്ള ആ ഒരു ബന്ധം മുരളി വേർപ്പെടുത്തി. പക്ഷേ ഒരു വാക്കിൽ പോലും മുരളിയെ പറ്റി ഒരു ചീത്ത വാക്കോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയോ ഇവിടെ മമ്മൂട്ടി സംസാരിക്കണില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മമ്മൂട്ടിക്ക് മുരളിയെ പറ്റി ചിന്തിക്കുമ്പോഴും ഇപ്പോഴും ആ ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു വേദനയാണ്. മുരളിയെ ഒരിക്കലും അവഗണിക്കാനോ അല്ലെങ്കിൽ മുരളി തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആ മമ്മൂട്ടിയുടെ ആ വാക്കുകളുള്ളത്. ഇനി ഈ കാണുന്ന ഈ ഒരു ചിന്ത, ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളെ വേണ്ട എന്ന് വെച്ച് പോകുന്നവരെ നമുക്കും അവഗണിക്കണം അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തണം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണെങ്കിൽ അന്ന് മുതൽ നമ്മുടെ മനസ്സിൽ വിഷം കയറി തുടങ്ങും. ഒരു കാര്യം നമ്മൾ ഓർത്താൽ മതി, എത്രയധികം നമ്മളൊരു കാര്യം വേണ്ട എന്ന് നമ്മുടെ മനസ്സിനോട് പറയുന്നു അത്രയധികം നമ്മൾക്കത് ഓർമ്മപ്പെടുത്തലുമായി നമ്മുടെ മനസ്സിൽ എപ്പോഴെപ്പോഴും വന്നുകൊണ്ടിരിക്കും. അത് മതി നമ്മുടെ മനസ്സമാധാനം കെടുത്താൻ അല്ലെങ്കിൽ ജീവിതത്തിന് ഭാരം കൂട്ടാൻ, ഉറക്കമില്ലാത്ത രാത്രികളാവാനായിട്ട്. അത് തന്നെയല്ല, എവിടെ വെച്ച് കണ്ടാൽ നമ്മൾ ആഗ്രഹിക്കുന്നവരോട് ഈ വ്യക്തിയെ ഒരിക്കലും നമ്മൾ കാണാതിരിക്കട്ടെ. കാരണം ആ വ്യക്തിയെ കാണുമ്പോഴൊക്കെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരി വ്യക്തികൾ നമ്മളെ അവഗണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും, നമുക്കറിയില്ല. മമ്മൂട്ടി പറഞ്ഞ പോലെ അറിയില്ല, റീസൺ അറിയില്ല. പക്ഷെ നമ്മളെ ആ വ്യക്തി അവഗണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അവഗണിക്കണമെന്നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും. വ്യക്തി എന്തെങ്കിലും തിരിച്ചു വന്നാൽ ഓഫ് കോഴ്സ് നമ്മൾ ചോദിക്കും. ആ ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റം നമ്മുടെ ഭാഗത്തു നിന്ന് കൊടുക്കാനായിട്ട് നമ്മളൊരു മനസ്സുണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ തന്നെ മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കുണ്ടാവും. ഇല്ലെങ്കിൽ എപ്പോഴും നമ്മളിതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾക്ക് വെറുപ്പ് കൂട്ടിക്കൊണ്ടേയിരിക്കും. ആ വ്യക്തിയെ ജീവിതത്തിൽ നമ്മൾ അവഗണിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ ആ വ്യക്തിയെ കുറ്റം പറയാൻ തുടങ്ങും, നമ്മൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങും. അപ്പോൾ അതൊന്നുമില്ലാതെ സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ അവർ വരുമ്പോൾ തിരിച്ചു വരട്ടെ, അവരെ അങ്ങ് മറന്നു കളഞ്ഞേക്കാം. എന്നെങ്കിലും തിരിച്ചു വരുവാണെങ്കിൽ നമ്മൾ സ്നേഹത്തോടു കൂടി അവരെ സ്വീകരിക്കുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.